മുമ്പിലുള്ള രണ്ട് ട്രക്കുകൾക്ക് നേരെ അറിയാതെ സർപ്രൈസായിട്ട് വെടിയുതിർക്കുകയാണ് ചെയ്തത്. ഫയർ എക്സ്ചേഞ്ച് കുറേ സമയം തുടർന്നു. ഈ ഒച്ച പിന്നെ റേഡിയോയിൽ കൂടെ എനിക്ക് കേൾക്കാൻ പറ്റി. ഉടൻ തന്നെ ഞാൻ എൻ്റെ ഗ്രൂപ്പുമായിട്ട് ഈ സ്ഥലത്തെത്തുന്നു. ബ്രിഗേഡിയർ വേണു നായർ ഇന്ത്യൻ സൈന്യത്തിൽ വിവിധ പദവികളിലായി 35 വർഷക്കാല സേവനമനുഷ്ഠിച്ച മലയാളി. സംഭവബഹുലമായ തന്റെ ആ സൈനിക ജീവിതം വിവരിക്കുകയാണ് വേണു നായർ. മങ്കി ക്രോളി ചെയ്ത് ഈ റിബൺ വച്ചിട്ടുള്ള അവിടെ ചെന്ന് മോളിൽ പിടിച്ചുകൊണ്ട് കാല് രണ്ടും താഴത്തേക്ക് കൊണ്ടുവന്ന് അറ്റൻഷൻ പോലെ കാല് രണ്ടും കൂട്ടി വെച്ച് കമാൻഡോ നായർ റെഡി ഫോർ ഡ്രോപ്പ് സാറിന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഓർഡർ വരും, കമാൻഡോ നായർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഷോട്ട് ഫയർ ചെയ്യും. ആ ശബ്ദം കേട്ടത് നമ്മൾ കൈവിടണം. ശ്രീലങ്കയിലെ ഇന്ത്യൻ സമാധാന പാലന സേനയിലെ നാളുകൾ LTT ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് ഇന്റലിജൻസുകാരുടെ ഇൻ്ററോഗേഷനിൽ തെളിയിക്കപ്പെട്ട ആളുകളെ പ്രിസൺ സെല്ലിലിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ളതാണ്. ഒരു LTT ജയിൽ പുള്ളി തടവ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. കാശ്മീർ താഴ്വരയിലെ ചില സംഭവങ്ങൾ. ദാൽ ലേക്കിൽ നിന്ന് ജോസിലേക്ക് പോകുന്ന ഈ റോഡിൽ തീവ്രവാദികളെന്ന് സംശയം ജനിപ്പിക്കുന്ന 2-3 പേര് പ്രത്യക്ഷപ്പെട്ടു. അടുത്ത് ചെന്നപ്പോൾ കണ്ടത് റോക്കറ്റ് ലോഞ്ചർ ലോഡഡ് ആയിട്ടുണ്ടായിരുന്നു. 3 പേരുടെ കയ്യിലും AK-47 ഉണ്ടായിരുന്നതായിട്ട് കണ്ടു. അഗ്നി 2 മിസൈൽ ബ്രിഗേഡിന്റെ കമാൻഡർ ആയിരുന്ന കാലം. കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ ISROന്റെ ലോഞ്ചുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 3, 2, 1 -1 അങ്ങനെ പറയുമ്പോൾ അപ്പോഴത്തേക്കും ലോഞ്ച് അത് അവിടെ നിന്ന് ലോഞ്ചായി കാണും. അതിൻ്റെ വേം താഴത്തോട്ടാണ് വരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു. എന്ത് ചെയ്യാൻ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. ബ്രിഗേഡിയർ വേണു നായരുടെ സൈനിക അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30, പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.